ചുക്കാൻ ദൈവത്തെ ഏൽപ്പിക്കൂ. യെശയ്യാ പ്രവചനം 49:1 മുതൽ 21 വരെ. ധ്യാനത്തിനായിട്ട് 16-ാം വാക്യം. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഉല്ലാസമായി ജീവിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ നൈസർഗികമായ പ്രവണതകളിലൊന്നാണ് ഇത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന സിദ്ധാന്തം തന്നെ ഉടലെടുത്തത് ഇതിൽ നിന്നാണ്. എന്നാൽ ഉല്ലാസ ജീവിതത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ പലരും സമൃദ്ധമായി ജീവിക്കുവാൻ തന്നെ മറന്നുപോകുന്നു. സമൃദ്ധമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം, രോഗം, അസമത്വം, അജ്ഞത, അഴിമതി മുതലായ തിന്മകളോട് വിട്ടുവീഴ്ച കൂടാതെ സമരം ചെയ്യുക എന്ന മനുഷ്യധർമ്മം നിറവേറ്റുകയും മറ്റുള്ളവരോടുള്ള നമ്മുടെ കടപ്പാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് സമൃദ്ധമായ ജീവിതം. സമൃദ്ധമായ ജീവിതം നയിക്കുന്നതിന് സമൃദ്ധമായ ജീവൻ ആവശ്യമാണ്. എന്നാൽ തിന്നും കുടിച്ചും ഉണ്ടും ഉറങ്ങിയും ഉല്ലസിച്ചും മണിമന്ദിരങ്ങൾ നിർമ്മിച്ചും പുതിയ മോഡൽ കാറുകൾ വാങ്ങിയും സ്റ്റാർ ഹോട്ടലുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും രാത്രി കഴിച്ചും ജീവിതത്തെ മധുരോധാരമാക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് സമൃദ്ധമായ ചൈതന്യത്തിൻ്റെ അഭാവം മൂലം സമസൃഷ്ടിയോടുള്ള കടപ്പാട് നിറവേറ്റുവാൻ കഴിയുന്നില്ല. ജീവിതം ഒരു ഉല്ലാസയാത്രയാണെന്ന് പലരും കരുതുന്നു. പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ കാറ്റും കോളും ഉണ്ടാവുക. എന്നാൽ ജീവിതത്തിൻ്റെ ചുക്കാൻ ദൈവത്തെ ഏൽപ്പിക്കുന്നവർ എത്ര വലിയ കാറ്റും കോളും ഉണ്ടായാലും പരിഭ്രമിക്കുകയില്ല. ഒരിക്കൽ മധുവിധു ആഘോഷിക്കുന്ന 2 യുവമിഥുനങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണുവാൻ പോയി. ആ ജലപാതം സഞ്ചാരികളുടെ മനം കവരുന്ന ദൃശ്യമാണ്. നദി പാറക്കെട്ടിൽ നിന്ന് കുതിച്ച് ചാടുമ്പോൾ പൊട്ടി ചെതറി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ജലഗണങ്ങൾ സൃഷ്ടിക്കുന്ന മൂടൽമഞ്ഞ് ധവളസുന്ദരമായ ആ വെള്ളച്ചാട്ടത്തെ ഒരു നവോഢയുടെ മൂടുപടം പോലെ സുന്ദരമാക്കി തീർക്കുന്നു. സഞ്ചാരികളെ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് കൊണ്ടുപോകുവാൻ ബോട്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ യുവമിഥുനങ്ങൾ വെള്ളച്ചാട്ടം അടുത്തു കാണാൻ അത്തരമൊരു ബോട്ടിൽ കയറിപ്പോയി. ജലപാനത്തോടടുക്കും തോറും അതിൻ്റെ അലർച്ച അതിഭീകരമായി തോന്നി. ബോട്ട് മൂടൽമഞ്ഞിൽ മറഞ്ഞു. ഇനി മുന്നോട്ട് പോയാൽ തങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ ചുഴിയിലകപ്പെട്ട് നശിക്കുമെന്ന് അവർ ഓർത്തു. ആ പുതുമണവാട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു, ഭയപ്പെടാതിരിക്കൂ, അപകടം കൂടാതെ എവിടം വരെ പോകാം എന്ന് എനിക്കറിയാം, ബോട്ടിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു. അയാൾ പെട്ടെന്ന് ബോട്ട് തിരിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. അപകടം കൂടാതെ ബോട്ട് നയിക്കുവാൻ പ്രാപ്തിയുള്ള ക്യാപ്റ്റനാണ് തങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ഉള്ള കാര്യം മറന്നുപോയപ്പോഴാണ് അവർ പരിഭ്രാന്തരായി തീർന്നത്. ഇത് നമ്മുടെയും ജീവിതത്തിലും ശരിയാണ്. നമ്മുടെ ജീവിത യാനപാത്രത്തിൻ്റെ ചുക്കാൻ ദൈവത്തെ ഏൽപ്പിക്കാതെ മുന്നോട്ട് പോയാൽ നാം പരിഭ്രമിക്കും. ഓർക്കണമേ, വിശ്വസിക്കുന്നവയെ ദർശിക്കുന്നതിന് വിശ്വാസത്തിൻ്റെ വെളിച്ചം ഇടയാക്കുന്നു. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.